ഹലോ ഫ്രണ്ട്സ്, പസഫിക് സമുദ്രത്തിലൂടെയുള്ള സാഹസികവും ആവേശകരവുമായ വെയിൽ വാച്ചിന് ശേഷം ഞങ്ങൾ മാർൽബറോ ജില്ലയിലെ ബ്ലെൻഹം എന്ന പട്ടണത്തിലെത്തി. അപ്പോൾ മാർൽബറോ ജില്ലയിലെ ബ്ലെൻഹം എന്ന കാർഷിക പട്ടണത്തിന്റെ ചില പ്രാദേശിക ദൃശ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരിക്കൽ കൂടി പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ പിക്ടൺ ആൻഡ് ബ്ലെൻഹിമിലെ കുറച്ച് കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ഇവിടെ ബ്ലെൻഹിമിൽ അടുത്ത് തന്നെ ഒരു ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങോട്ടേക്ക് ആദ്യം പോകുന്നു. അതിനുശേഷം അടുത്ത് തന്നെ കുറച്ച് ഹെറിറ്റേജ് മ്യൂസിയംസ്, റെയിൽവേ ആൻഡ് എയർക്രാഫ്റ്റ് ഹെറിറ്റേജ് മ്യൂസിയം എന്നോ അങ്ങനെ എന്തോ, ഫസ്റ്റ് വേൾഡ് വാറിനെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിയം ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങോട്ടേക്കാണ് രണ്ടാമത് ഫാമേഴ്സ് മാർക്കറ്റ് കഴിഞ്ഞ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഫാമേഴ്സ് മാർക്കറ്റിലെ കാഴ്ചകൾ കാണാനായി പോകാം. അങ്ങനെ ഫാമേഴ്സ് മാർക്കറ്റ് എത്തി. മാൾബറോ ഫാമേഴ്സ് മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് ആൾക്കാരുണ്ട്. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും മാർക്കറ്റിലെ പല പല സാധനങ്ങൾ പർച്ചേസിനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് ഫാമിൽ നിന്ന് വരുന്നതാണ്. സൂപ്പർ മാർക്കറ്റിലെ പോലെ എവിടെയെങ്കിലും കൊണ്ട് വേറെ വെച്ച് അങ്ങനെ വരുന്നതല്ല. ഇത് ഡയറക്റ്റ് ഫാമേഴ്സ് ആണ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഈ ഫാമേഴ്സ് മാർക്കറ്റ് നിറയെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ കൃഷിക്കാർ നേരിട്ട് വന്നാണ് ഇവിടെ വിൽക്കുന്നത്. സിന്തറ്റിക് കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തികച്ചും ഓർഗാനിക് ഫാമിങ്ങിലൂടെ ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കളാണ് ഇവിടുത്തെ ഓരോ സ്റ്റാളുകളിലും വിൽക്കാൻ വച്ചിരിക്കുന്നത്. കർഷക വിപണികൾക്ക് പുറമെ കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു വേദിയും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. മനോഹരമായ ഇംഗ്ലീഷ് ഫോക്ക് മ്യൂസിക് ആലപിക്കുകയാണ് ഇദ്ദേഹം. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള തിരക്കിട്ട ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാ ഞായറാഴ്ചകളിലും കുടുംബസമേതം ഈ പട്ടണ നിവാസികൾ ഇവിടെ ഒത്തുകൂടുന്നു. ഈ മാർക്കറ്റ് ചുറ്റിക്കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുവാനും വരുന്ന ആഴ്ചയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഫ്രിഡ്ജ് റീസ്റ്റോക്ക് ചെയ്യുവാനും ഇവർ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. ലോക്കൽ ബേക്കർമാർ നിർമ്മിച്ച വിവിധയിനം സോർഡോ ബ്രെഡുകളാണ് ഈ കാണുന്നത്. സാധാരണയായി നമ്മൾ കഴിക്കുന്ന വെള്ള ബ്രെഡ് അല്ലെങ്കിൽ ഗോതമ്പ് ബ്രെഡിനെക്കാട്ടിലും ഒരുപാട് ആരോഗ്യകരമാണ് ഇത്തരം പുളിച്ച ബ്രെഡുകൾ. സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഈസ്റ്റ് ഉപയോഗിക്കാതെ സ്വാഭാവികമായ രീതിയിൽ പുളിപ്പിച്ചെടുക്കുന്നതിനാലാണ് ഇതിന് സോർഡോ എന്ന പേര് വന്നത്. പുളിച്ച ബ്രെഡിന്റെ ഏറ്റവും പഴക്കം ചെന്ന രൂപമാണ് സോർഡോ. ഇത് പുരാതന ഈജിപ്തിന്റെ കാലത്ത് തന്നെ ഉപയോഗിച്ചിരുന്നു. നമ്മളെല്ലാവരും ഇപ്പോൾ ധാരാളമായി കഴിക്കുന്ന ആധുനിക ഗോതമ്പിന്റെ മുൻഗാമികളിൽ ഒന്നായ സ്പെൽറ്റ് എന്ന ധാന്യത്തിൽ നിർമ്മിച്ച ഒരു സോർഡോ ബ്രെഡിന്റെ കഷ്ണം ഞങ്ങളും വാങ്ങി.
ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ വൈൻ ഉൽപാദന മേഖലയാണ് മാർൽബറോ. വൈൻ നിർമ്മാണത്തിന്റെ ബൈ പ്രോഡക്റ്റായ ഗ്രേപ്പ് സീഡ് അഥവാ മുന്തിരി വിത്തുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ കൂടാതെ പലയിനം വൈനുകളും ഇവിടെ വിൽക്കാൻ വച്ചിരിക്കുന്നതായി ഞാൻ കണ്ടു. ഈ പട്ടണത്തിലെ ലോക്കൽ ബേക്കേഴ്സ് ഉണ്ടാക്കുന്ന വിവിധയിനം ബിസ്ക്കറ്റുകൾ, കുക്കീസുകൾ, പലയിനം പേസ്ട്രികൾ, കേക്കുകൾ ഇവയൊക്കെ കണ്ടപ്പോൾ ഒന്നും വാങ്ങാതെ മടങ്ങുവാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അദ്ദേഹം ഇപ്പോഴും തന്റെ ഒറ്റയാൾ മ്യൂസിക് ബാൻഡിൽ പാടിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റിൽ വരുന്ന സന്ദർശകർ ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നാടോടി സംഗീതം രസിച്ചുകൊണ്ടിരുന്നു. മാർൽബറോ എന്ന ജില്ലയിലെ A&P ഷോ ഗ്രൗണ്ടിലാണ് ഈ ഫാമേഴ്സ് മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഈ ഫാമേഴ്സ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നു. ന്യൂസിലൻഡിലുടനീളം പലയിടങ്ങളിലായി ഇത്തരം A&P ഷോ ഗ്രൗണ്ടുകൾ കാണാം. അഗ്രികൾച്ചർ ആൻഡ് പാസ്ചറൽ ഷോ ഗ്രൗണ്ട് എന്നതിന്റെ ചുരുക്കാണ് A&P. വർഷം മുഴുവനുമുള്ള കാർഷിക കായിക ആവശ്യങ്ങൾ നിറവേറ്റുവാനായി ഉപയോഗിക്കുന്നു ഈ പാർക്കുകൾ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കാർഷിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളെ പ്രദർശിപ്പിക്കുവാൻ കൊണ്ടുവരുമ്പോൾ അവയ്ക്ക് നിൽക്കുവാനുള്ള ഷെഡുകൾ അഥവാ സ്റ്റോക്ക് ഹോൾഡിംഗ് പെന്നുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഫാമേഴ്സ് മാർക്കറ്റിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വിചാരിച്ച പോലെ നാട്ടിലെ ഒരു മാർക്കറ്റിന്റെ ചന്തയുടെ ഒരു രീതി അല്ലായിരുന്നു ഇവിടെ. ഗ്രോസറി ഏരിയാസ് ഒക്കെ വളരെ കുറവായിരുന്നു. നാട്ടിൽ കിട്ടുന്ന അതേ സാധനങ്ങളൊന്നുമല്ല. ഫ്രൂട്ട്സ് ആണ് ഇവിടെ. ഫ്രൂട്ട്സ് അതിൻ്റെ പല രീതിയിൽ ഫ്രൂട്ട്സ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റംസ്, ജാംസ്, പിന്നെ അതേപോലെ ഫ്രൂട്ട് പൾപ്പുകൾ, ഫ്രൂട്ട് ജ്യൂസുകൾ അതൊക്കെയാണ്. അതല്ലാതെ വിവിധ ഇനം ബ്രെഡുകളൊക്കെ ഉണ്ട്. ബ്രെഡ്, പേസ്ട്രീസ്, ബേക്കറി ഐറ്റംസ് ഉണ്ട്. ഫിഷ് ആൻഡ് മീറ്റ് ഐറ്റംസ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഫാമേഴ്സ് മാർക്കറ്റ് കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നേരെ ഹെറിറ്റേജ് മ്യൂസിയം, അതായത് എയർക്രാഫ്റ്റ് ആണോ റെയിൽവേ ഹെറിറ്റേജ് മ്യൂസിയം ആണോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും. അപ്പോൾ ആ ലൊക്കേഷനിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ ഹെറിറ്റേജ് മ്യൂസിയം എത്തി. ഇതൊരു റെയിൽവേ മ്യൂസിയമാണ്. പണ്ട് കാലത്ത് ഇവിടെ ബ്ലെൻഹൈമിലുണ്ടായിരുന്ന ഒരു ഫാമേഴ്സ് റെയിൽവേ സ്റ്റേഷൻ ആണിത്.
പണ്ടത്തെ ഒരു റെയിൽവേ എഞ്ചിനാണ് ഈ കാണുന്നത്. ബ്ലെൻഹൈം ഹെറിറ്റേജ് റെയിൽവേയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിൻ്റെ ഫ്രണ്ട് എഞ്ചിനാണ് ഈ കാണുന്നത്. പാർക്കിലെ കാഴ്ചകൾ കൂടെ ചേർത്ത് ഒരുപാട് ലെങ്തിയാക്കാതെ ഈ വീഡിയോ ഇവിടെ ചുരുക്കുന്നു. ഈ സുന്ദരമായ പാർക്കിലെ കാഴ്ചകൾ നമുക്കൊരുമിച്ച് അടുത്ത വീഡിയോയിൽ കറങ്ങിക്കാണാം. ഇന്നത്തെ ഫാമേഴ്സ് മാർക്കറ്റ് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള എൻ്റെ യാത്രകളിൽ എൻ്റെ ഒപ്പം ചേരുവാനായി ആ ബെൽ ബട്ടണും അമർത്തുക മറക്കരുത്. സോ പാർക്കിൻ്റെ ബാക്കി കാഴ്ചകളുമായി മറ്റൊരു ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.